ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോണിയാസ് കിച്ചൺ. അപ്പോൾ എനിക്ക് ഇന്ന് ഇവിടെ നല്ല നെയ്മീൻ്റെ മുട്ട കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് നല്ലൊരു തോരൻ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്തൊക്കെ എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ആ മീൻമുട്ടയൊക്കെ ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ചേർക്കാനായിട്ട് ഒരു തണ്ട് കറിവേപ്പില, ഒരു ചെറിയ സവാള, 2 പച്ചമുളക്. സവാളയൊക്കെ ആണെങ്കിലും വളരെ ചെറുതായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു ചെറിയ പീസ് ഇഞ്ചി വളരെ ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. കുറച്ച് തേങ്ങ ചിരകിയത്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, മസാലകളായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ടുള്ള പാൻ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഈ സവാളയും പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ സവാളയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ സവാളയ്ക്ക് ഏകദേശം ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ഇതിലേക്ക് ഈ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മുളക് പൊടി ഞാനിവിടെ വളരെ കുറച്ച് ഇട്ടിട്ടുള്ളൂ, കാരണം കുട്ടികൾക്ക് കൊടുക്കാനായതുകൊണ്ടാണ്. അപ്പം നമ്മൾ സാധാരണ മുതിർന്നവർ മാത്രമായിട്ടാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ എങ്കിലും കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഈ മുളക് പൊടിയൊക്കെ ഇട്ടതിന് ശേഷം അതൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി വന്ന് കഴിയുമ്പോഴേക്കും ഈ മുട്ട ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് വേവാനായിട്ട് വെക്കാം. ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ടത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ മുട്ടത്തോരനൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് വെന്തതിന് ശേഷം വേണം ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് സർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം.